പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 57-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അലയറും ആഴിയിലുണ്ടനന്തമായ കല, ഇത് കല്യാണാദി കാര്യമാകും. സലിലരസാദി ശരീരം ഏന്തി നാനാ ഉലകുരുവായി ഉരുവായി നിന്നിടുന്നു. അലയറും ആഴിയിലുണ്ടനന്തമായ കല, ഇത് കല്യാണാദി കാര്യമാകും. സലിലരസാദി ശരീരം ഏന്തി നാനാ ഉലകുരുവായി ഉരുവായി നിന്നിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അലയറും ആഴിയിൽ, തിരയില്ലാത്ത കടലിൽ, അനന്തമായ കല ഉണ്ട്, അന്ത്യമില്ലാത്ത മായാകല ഉണ്ട്. ഇത് കല്യ, ഈ മായാകല സർജന പ്രക്രിയയ്ക്ക് സമർത്ഥമാണ്. അനാദി കാര്യമാകും, ഇത് അനാദി കാര്യമായിരിക്കുന്ന. സലിലരസാദി, ജലം, അതിൻ്റെ ഗുണമായ രസം തുടങ്ങിയവയുടെ ശരീരമേന്തി, ആകാരം കൈക്കൊണ്ട്, നാനാ ഉലക്, നാനാതരത്തിലുള്ള ലോകങ്ങളുടെ ഉരുവായി ഉരുവായി, രൂപങ്ങളായി നിന്നിടുന്നു, ഇവിടെ നിലനിൽക്കുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. തിരയില്ലാത്ത കടലിൽ അന്ത്യമില്ലാത്ത മായാകലയുണ്ട്. ഈ മായാകല സർജന പ്രക്രിയയ്ക്ക് സമർത്ഥമാണ്. ഇത് അനാദി കാര്യമായിരിക്കുന്ന ജലം, അതിൻ്റെ ഗുണമായ രസം തുടങ്ങിയവയുടെ ആകാരം കൈക്കൊണ്ട്, നാനാതരത്തിലുള്ള ലോകങ്ങളുടെ രൂപങ്ങളായി ഇവിടെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. കടലിൽ ഒരിക്കലും തിരകളില്ലാത്ത അവസ്ഥ സംജാതമാവുകയില്ലെന്ന് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ. എല്ലാ കാലത്തും തിരയും കടലും ഒന്നിച്ചു തന്നെ ഇരിക്കുകയാണ്. എന്നാലും കടൽ പൂർണ്ണമായി ശാന്തമായി എന്നിരിക്കട്ടെ, ആ ശാന്തത താൽക്കാലികമാണ്. കടലിൻ്റെ ആഴങ്ങളിൽ തന്നെ വലിയ തിരക്കൂട്ടങ്ങൾ ഉണ്ടാകാനുള്ള മർദ്ദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആത്മസാഗരത്തിലും ഇതുപോലെ തന്നെയാണ്. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ആത്മസാഗരത്തിൽ സൂക്ഷ്മമായി മറിഞ്ഞിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മൈക്രോ ചിപ്പുകളിൽ മെമ്മറി ഇരിക്കുന്നത് പോലെ ആത്മാവിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ച സാധ്യതയെ മായാകല എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുക. കല എന്ന് പറഞ്ഞാൽ ഒരടയാളമാണ്, അല്ലെങ്കിൽ ഒരു പാട്. പക്ഷേ ഈ പാട് പ്രപഞ്ച സ്മരണകളെ മുഴുവൻ ഉള്ളടക്കി വച്ചിരിപ്പുണ്ട്. വളരെ സമർത്ഥമായ രീതിയിൽ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ടാണ് ഇതിനെ കല്യ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം 5 ഭൂതങ്ങളുടെ ചേരുവകയാണ്. ഓരോ ഭൂതത്തിനും ഓരോ പ്രധാന ഗുണങ്ങളും ഉണ്ട്. ഭൂമിയുടെ ഗുണം ഗന്ധമാണ്, വെള്ളത്തിൻ്റെ ഗുണം രസമാണ്, അഗ്നിയുടെ ഗുണം രൂപവും വായുവിൻ്റേത് സ്പർശവുമാണ്, ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും ചേർന്ന് നാനാ സങ്കീർണമായ ലോകം ആവിർഭവിക്കുന്നു. ഈ പ്രക്രിയ അനാദിയാണ്, ആദിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്. ഇപ്പോഴും ഇത് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ഈ വരികളുടെ ആന്തരികമായ അർത്ഥം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, നമുക്കിനി അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ